നമസ്തേ. മലയാള ഭാഷ മക്കളെ പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയാണോ? നൂറുകണക്കിന് സാഹിത്യകൃതികളും സാരോപദേശ കഥകളും സഞ്ചാരകൃതികളും കവിതകളും മലയാള ഭാഷയിൽ ഉണ്ടെന്നിരിക്കെ 6ാം ക്ലാസ്സിലെ മലയാള പാഠത്തിലേക്ക് എത്തി നോക്കാം. ശുദ്ധമായ മലയാളം കുട്ടികളെ പഠിപ്പിക്കുവാനാണോ അതോ ചിലർ പ്രാദേശിക തലങ്ങളിൽ ഉപയോഗിക്കുന്ന വികലമായ ഭാഷാ പ്രയോഗങ്ങൾ പഠിപ്പിക്കാനാണോ മലയാള പാഠപുസ്തകങ്ങൾ ഉപയോഗിക്കേണ്ടത്? 6ാം ക്ലാസ്സിലെ ഒരു മലയാള പാഠഭാഗം, അതിന്റെ പേര് ചട്ടിപ്പത്രി എന്നാണ്. ചട്ടിപ്പത്രി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. ഇതിന് പൊട്ടത്തരം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ഇനി നമുക്ക് അതിലെ ചില വരികളിലേക്ക് കണ്ണോടിക്കാം. അദ്രമാൻ പിയപ്പള വൈകുന്നേരം തന്നെ സാമാനങ്ങളൊക്കെ വരുത്തിച്ചു. ബാട്ടിയ തോലയ്ക്ക് ഇതിലിട്ട് പദം വരട്ടെ. നിങ്ങൾ എല്ലാരും കൂടി പണിയെടുക്കാൻ വന്നാല് ഇപ്പണി തീരൂല. പടച്ചോനെ, ഇത് നന്നാക്കണേ, ആളുകളെ കൊണ്ടിജ് പറയിക്കരുതേ. ഇതൊരു പക്ഷേ ഏതെങ്കിലും സമുദായക്കാരോ മതക്കാരോ ഏതെങ്കിലും പ്രദേശങ്ങളിലുള്ളവരുടെയോ വികലമായ സംസാര ഭാഷയായിരിക്കാം. ശുദ്ധമായ മലയാളം അതിൻ്റെതായ തനിമയോടെ പഠിച്ചു വളരേണ്ടവരായ കുട്ടികൾ ഇതെല്ലാം അതേപടി അക്ഷരത്തെറ്റില്ലാതെ ഉച്ചരിച്ച് പഠിക്കണമെന്ന ഗതികേട് സൃഷ്ടിക്കുന്നതിൽ SSKയുടെ തലപ്പത്തിരിക്കുന്നവർക്കും പങ്കില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. മലയാള ഭാഷ കഴിയാവുന്നത്ര ശുദ്ധിയോടെ പഠിപ്പിക്കേണ്ടതായ പാഠപുസ്തകങ്ങളിൽ ഇത്തരം പദപ്രയോഗങ്ങളുള്ള പാഠഭാഗങ്ങൾ ചേർത്തെങ്കിൽ മാത്രമേ പാഠ്യപദ്ധതി മതേതരമാകൂ എന്ന് ചിന്തിക്കുന്നവരുടെ നയങ്ങൾ നിമിത്തം കഷ്ടപ്പെടുന്നത് മലയാളത്തിന്റെ ശുദ്ധതയും തനിമയും വരും തലമുറയിലേക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പാഠങ്ങളുടെ പേര് കോയയുടെ ചെറിയ വസ്തുക്കൾ, കോയക്കട്ട എന്നിങ്ങനെയൊക്കെയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് മലയാള പാഠപുസ്തകത്തിലെ ഓരോ പാഠങ്ങളും അർത്ഥസമ്പുഷ്ടവും അതിമനോഹരവുമായിരുന്നു. മലയാള ഭാഷയിലെ സാഹിത്യകൃതികളിലേക്കും ഉപദേശ കഥകളിലേക്കും കവിതകളിലേക്കും ആഴ്ന്നിറങ്ങേണ്ടുന്ന കുഞ്ഞു മനസ്സുകളെ ചട്ടിപ്പത്രി ഉണ്ടാക്കുന്ന വിധം പഠിപ്പിക്കുന്ന പറയിപ്പിക്കുന്ന ജിഹാദി മുസ്ലിം മത തീവ്രവാദ പുസ്തക രചന കമ്മിറ്റിക്കും നിശബ്ദത പാലിച്ചുകൊണ്ട് ഓച്ചാനിച്ചു നിൽക്കുന്ന അധ്യാപക സംഘടനകൾക്കും ജിഹാദി മുസ്ലിം മത തീവ്രവാദികളുടെ നട്ടലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിക്കും എതിരായി ശബ്ദമുയർത്തേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അല്ലെങ്കിൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ സംസ്കാരശൂന്യരായി മാറുന്നത് നാം ഓരോരുത്തരും കാണേണ്ടി വരും.